വഴി തടസ്സപ്പെടുത്തി രാഷ്ട്രീയ പാർട്ടികൾ നടത്തിയ പൊതുപരിപാടിയിലെ കോടതിയലക്ഷ്യ കേസിൽ ക്ഷമാപണം നടത്തി ഡിജിപി. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന് നൽകിയ സത്യവാങ്മൂലത്തിലാണ് ക്ഷമാപണം നടത്തിയിരിക്കുന്നത്. അതേസമയം കോടതിയിൽ ഹാജരാകുന്നതിൽ ഇളവ് തേടി സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും കോടതിയെ സമീപിച്ചു. റിയ ബേബി നൽകും കൂടുതൽ വിവരങ്ങൾ. റിയ, ഈ വഞ്ചിയൂരിൽ ഏരിയ സമ്മേളനത്തിന് സിപിഎം പൊതുവഴി തടഞ്ഞ് ഈയൊരു സ്റ്റേജ് കെട്ടിയതിൽ വലിയ രീതിയിലുള്ള വിമർശനമാണ് സർക്കാരിനും പോലീസിനും കോടതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. ഈ മാസം 10-ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ കോടതിയിൽ നേരിട്ട് ഹാജരാകാനായിരുന്നു നിർദ്ദേശം. അതിലിപ്പോൾ ഇളവ് തേടിയിരിക്കുകയാണ് എം.വി. ഗോവിന്ദൻ. വിവരങ്ങൾ. ഈ കേസിൽ വലിയ വിമർശനം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് മേധാവി, സംസ്ഥാന പോലീസ് മേധാവിയും അതോടൊപ്പം തന്നെ സിപിഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദനും കോടതിയിൽ നിന്ന് നേരിടേണ്ട ഒരു സാഹചര്യമുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ഹർജി പരിഗണിച്ചപ്പോഴാണ് സംസ്ഥാന പോലീസ് മേധാവി നിരുപാധികം ക്ഷമാപണം കോടതി മുമ്പാകെ നടത്തുകയും സത്യവാങ്മൂലത്തിൽ മാപ്പപേക്ഷ കൃത്യമായി തന്നെ രേഖപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തെ സിറ്റി പോലീസ് കമ്മീഷണർ കിരൺ നാരായണനും കോടതി മുമ്പാകെ ക്ഷമാപണം നടത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സംസ്ഥാന പോലീസ് മേധാവി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഹൈക്കോടതിയുടെ ഉത്തരവ് കർശനമായി നടപ്പാക്കാൻ പോലീസ് ഉദ്യോഗസ്ഥർക്ക് മറ്റുദ്യോഗസ്ഥർക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ജനുവരി 21-ന് തന്നെ ഇത് സംബന്ധിച്ചിട്ടുള്ള സർക്കുലർ പുറപ്പെടുവിച്ചിട്ടുണ്ടെന്നും ഡിജിപി കോടതി മുമ്പാകെ വിശദീകരിച്ചിട്ടുണ്ട്. എന്തായാലും കോടതി വടിയെടുത്ത സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ഒരു കടുത്ത നിലപാടിലേക്കും അതോടൊപ്പം തന്നെ ക്ഷമാപണം നടത്തുന്ന രീതിയിലേക്കും സംസ്ഥാന പോലീസ് മേധാവി അടക്കം എത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഫെബ്രുവരി 10-ാം തീയതി നേരിട്ട് ഹാജരാകാൻ സിപിഎം സംസ്ഥാന സെക്രട്ടറിക്ക് കോടതി നിർദ്ദേശിച്ചിരുന്നു. ഇതിലൊരു ഇളവ് വേണമെന്നാണ് എം.വി. ഗോവിന്ദൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അന്ന് തൃശൂർ പാർട്ടി സമ്മേളനമുണ്ട്. അതുകൊണ്ട് തന്നെ ആ ദിവസമല്ലാതെ മറ്റൊരു ദിവസത്തേക്ക് ഇത് മാറ്റിത്തരണം, കോടതി ആവശ്യപ്പെടുന്ന മറ്റൊരു തീയതിയിൽ നേരിട്ട് ഹാജരാകാമെന്നും എം.വി. ഗോവിന്ദനും കോടതിയെ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഹൈക്കോടതി ഇക്കാര്യത്തിൽ കൃത്യമായ നിലപാട് തുടക്കം മുതൽ സ്വീകരിച്ചിട്ടുണ്ട്. ഇത് അനുവദനീയമല്ല, പൊതുജനങ്ങളുടെ ഗതാഗത സൗകര്യം, റോഡിലൂടെ നടക്കേണ്ട സ്വാതന്ത്ര്യം അതൊക്കെ പാലിക്കപ്പെടേണ്ടതുണ്ട് എന്നതും കർശന നടപടിയെടുക്കണമെന്നും പോലീസിന് ഉൾപ്പെടെ കോടതി നിർദ്ദേശം നൽകിയിരുന്നു.